ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചക്കപ്പുഴുക്ക്. ചക്കയുടെ കാലത്ത് നമുക്ക് സുലഭമായി ചക്ക വെള്ളപ്പുൾ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനുടൻ വരും. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇന്ന് ഉണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കാണ്. ചക്കപ്പുഴുക്കിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക ഇതുപോലെ അരിഞ്ഞതാണ്. അവിയലിന് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞത്. പുഴുക്കിന് ഈ ഷേപ്പിലാണ് അരിഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കുരു വേണമെങ്കിൽ ചേർക്കാം. പിന്നെ വേണ്ടത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില. ഇത്രയുമാണ് നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ. ഇപ്പോൾ എരിവ് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. എന്നാലും പൊതുവേ ഉള്ള അളവ് ഞാൻ പറയാം. ഞാനിവിടെ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ചട്ടിയിൽ ചക്ക ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ, ഇത് ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പകുതി തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ, അധികം വെള്ളം ചേർക്കണ്ട, ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പുഴുക്കിന് നമ്മൾ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് ഞാൻ മുളക് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. ചക്ക ആയതുകൊണ്ട് വെളുത്തുള്ളി നമ്മൾ ധാരാളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ച് വെച്ച കൂട്ടൊക്കെ കൂടെ ചേർത്തു, തിളച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചക്ക ആരോഗ്യത്തിന് വളരെ നല്ലതെന്നാണ് പറയുന്നത്. മുമ്പൊക്കെയാണെങ്കിൽ ചക്കയെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഗ്യാസ് ഉണ്ടാക്കും, നമുക്ക് അത്ര ശരിയല്ല കഴിച്ചാലെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ അഭിപ്രായങ്ങളൊക്കെ മാറി. ഡയബറ്റിക് പേഷ്യൻസിന് വരെ
കഴിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ് ചക്ക. പിന്നെ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചക്കയെ. അതുകൊണ്ട് നമ്മൾ ചക്ക മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് ചക്ക. അതുകൊണ്ട് നമുക്ക് ചക്കയുടെ സീസണിലൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇനി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയും. ടേസ്റ്റും മണമൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതുപോലെ കറിവേപ്പിലയും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അവിയലിനൊക്കെ നല്ല ഒരു സ്വാദ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ചക്ക പുഴുക്കിവിടെ റെഡിയായി.